എന്റെ ജീവനാണ് എന്റെ ചങ്ക്. അല്ലെങ്കില് അവളെന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കില് അവനെന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്നൊക്കെ നമ്മള് വളരെ അഭിമാനത്തോടെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തുന്ന ചില സുഹൃത്തുക്കളില്ലേ? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മൾ അവരോട് പങ്കുവെക്കാറുമുണ്ട്. എന്നാല് ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്ന ആ സുഹൃത്തുക്കള് നമ്മളോട് തിരിച്ച് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതോ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണോ? ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി മാറാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കട്ട ചങ്കുകള് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ, നിങ്ങളെ ആത്മാർത്ഥ ഒരു സുഹൃത്തായി തിരിച്ച് കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള 7 സൈക്കോളജിക്കൽ വഴികളാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കാരണം നിങ്ങൾ സ്നേഹിച്ച് കൂടെ നിർത്തുന്ന നിങ്ങളുടെ ചങ്ക് നിങ്ങൾക്ക് ജീവൻ തരുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിന്ന് ചതിക്കാൻ നിൽക്കുന്ന ഒരാളാണോ എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവര് നിങ്ങളുടെ പുറകെ നിന്ന് നിങ്ങളെ കുറ്റം പറയും. അതായത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവരോട് വളരെ ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു കാര്യം പറയാണ്. അത് നിങ്ങൾ പോയി കഴിയുമ്പോൾ അവരവരുടെ വേറെ സുഹൃത്തുക്കളോട് പറയുകയും നിങ്ങളുടെ ആ ഒരു വിഷമത്തെ അവർ പറഞ്ഞു ചിരിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങളെ അവർ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കില്ല. എന്നാൽ ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാര് മറ്റുള്ളവരുടെ മുൻപിൽ ആളാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവരുടെ മുന്നിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ അവിടെ ബലിയാടാക്കിയിട്ട് അവർ തടിയൂരാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് പിടിക്കപ്പെടും എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ അവിടെ ബലിയാടാക്കിയിട്ട് അവരതിൽ നിന്ന് പയ്യെ ഊരിപ്പോവും. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറയുമ്പോഴോ അല്ലെങ്കിൽ ഇല്ലാത്ത പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ നിങ്ങളുടെ ഭാഗം പറയാനോ അവര് നിങ്ങളോട് ഒരിക്കലും നിൽക്കില്ല. അവർക്ക് അവരുടെ ഇമേജ് മാത്രമാണ് വലുത്. മൂന്നാമതായിട്ട്, അവസാന നിമിഷം അവരുടെ പ്ലാനുകളെല്ലാം മാറ്റും. അതായത് നിങ്ങൾ ഒരു 2-3 ആഴ്ച മുന്നേ ഒരു ട്രിപ്പ് പോവാന്നോ ഒരു സിനിമയ്ക്ക് പോവാന്നോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളെല്ലാം റെഡിയായി എല്ലാം നിൽക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുന്നേ ആയിരിക്കും അവർ വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് 1-2 തവണയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓക്കെ എന്ന് വെക്കാൻ പറ്റും. പക്ഷേ സ്ഥിരം എങ്ങനെയാവുന്ന സമയത്ത് നിങ്ങളുടെ സമയത്തിന് അവരൊരു വാല്യൂവും തരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. നാലാമത്തെ എന്ന് പറയുന്നത്, അവരുടെ പ്ലാനുകളിൽ നിന്ന് നിങ്ങളെ എപ്പോഴും അവർ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോ നിങ്ങൾ എവിടെ പോകുമ്പോഴും അവർ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവരുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം മാറ്റി നിർത്താറുണ്ടോ? അവരൊരു യാത്ര പോകുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴൊക്കെ അവര് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ടോ? ഇതിനർത്ഥം നിങ്ങൾ അവരുടെ സർക്കിളിൽ ഒരാളല്ല എന്ന് തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവര് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ വിളിക്കും. അതായത് ആഴ്ചകളായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഫോൺ കോൾ പോലും ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് അവർ വല്ലാതെ സ്നേഹം കാണിക്കും. എന്നിട്ട് അതിന്റെ അവസാനം പറയും, എടാ എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറയും. നമ്മളത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവർ പഴയ പോലെ തന്നെയാവും. അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ നമ്മളെ ഉപയോഗിക്കുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ആറാമത്തേന്ന് പറയുന്നത്, അവർ നിങ്ങളെ കളിയാക്കി കൊണ്ട് പുകഴ്ത്തും. അതായത് നിങ്ങളൊരു പരീക്ഷയിൽ നിങ്ങൾ പഠിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പാസ്സാകുമ്പോൾ അവർ പറയും, നീ പാസ്സാകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, നിനക്ക് ലക്ക് ഉള്ളതുകൊണ്ടാണ് നീ പാസ്സായെന്ന്. ഇത് കേൾക്കുമ്പോൾ വെറും ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ അവരുടെ ഉള്ളിലെ അസൂയയും കുശുമ്പുമാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. ഏഴാമത്തെയും ഏറ്റവും അവസാനത്തെയും പോയിന്റ് എന്ന് പറയുന്നത്, അവരെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അവർക്ക് അവരുടെ കാര്യം മാത്രം മതി. അതായത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ അവർ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ കേൾക്കാത്ത പോലെ ഇരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി മൈൻഡ് ചെയ്യാതെ ഇരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന പോലെയാണ്. അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനോ മറ്റുള്ളവരെ കേൾക്കാനോ ഒന്നും അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഒരു യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത് വിശ്വാസം, ആത്മാർത്ഥത, സ്നേഹം എന്നൊക്കെ കൊണ്ട് നിലനിൽക്കുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു 7 ലക്ഷണങ്ങളിൽ പകുതിയെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സത്യമായിട്ടും നിങ്ങൾക്ക് പണി തരാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഈ 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.